ഹായ് ഡിയേഴ്സ്, നമ്മൾ +1 ഓണം എക്സാമിന് ശേഷം ഇനി നമുക്ക് വരാൻ പോകുന്ന എക്സാം എന്ന് പറയുന്നത് ക്രിസ്മസ് എക്സാം ആണ്. അതായത് ഗവൺമെന്റ് നടത്തുന്ന ഒരു കോമൺ എക്സാം ആണ് ഇനി നിങ്ങൾ അഭിമുഖീകരിക്കാൻ വേണ്ടി പോകുന്ന ക്രിസ്മസ് എക്സാം. നമ്മൾ ഓൾറെഡി 4 ചാപ്റ്റേഴ്സ് പഠിച്ചതാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ക്രിസ്മസ് എക്സാമിന്റെ പോർഷൻസ് ഏത് വരെയാണ്, അതേപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ഏതാണ്. നമുക്ക് നോക്കുകയാണെങ്കിൽ ടോട്ടൽ ആദ്യം തൊട്ട് 8ാമത്തെ ചാപ്റ്റർ വരെയാണ് നമുക്ക് ക്രിസ്മസ് എക്സാമിന്റെ പോർഷൻസ് ആയിട്ട് വരുന്നത്. ഓൾറെഡി 4 ചാപ്റ്റേഴ്സ് മാത്രമാണ് നമ്മളിപ്പോൾ പഠിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് 5, 6, 7, 8. അതായത് നമ്മുടെ സെൻട്രൽ ടെൻഡൻസി, ഡിസ്പേർഷൻ, സ്ക്യൂനെസ് ആൻഡ് കുർട്ടോസിസ് ആൻഡ് നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ പ്രോബബിലിറ്റി. ഈ 8 ചാപ്റ്റേഴ്സിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മളെ സെൻട്രൽ ടെൻഡൻസി തന്നെയാണ്. അതിലെ ടോപ്പിക്സ് വരുന്നത് അരിത്മെറ്റിക് മീൻ, മീഡിയൻ, മോഡ്, ജോമെട്രിക് മീൻ, ഹാർമോണിക് മീൻ, വെയ്റ്റഡ് അരിത്മെറ്റിക് മീൻ, കമ്പൈൻഡ് അരിത്മെറ്റിക് മീൻ, ക്വാർട്ടൈൽസ്, ബോക്സ് പ്ലോട്ട് എന്നിങ്ങനെ ഒരുപാട് ടോപ്പിക്സ് ആണ് ഈ ഒരൊറ്റ ചാപ്റ്ററിൽ നിന്ന് മാത്രം നമുക്ക് വരുന്നത്. ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് എന്ന് പറയാനുള്ളത് ഈ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ടാണ്, ഈ ഒരു ചാപ്റ്ററിനെ പറ്റിയിട്ടാണ്. സോ പബ്ലിക് എക്സാമിനെ പറ്റി നോക്കുകയാണെങ്കിലും ഏറ്റവും അധികം വെയിറ്റേജ് വരുന്നത് നമ്മൾ ഈ ഒരു സെൻട്രൽ ടെൻഡൻസി എന്നുള്ള ഒരു ചാപ്റ്ററാണ്. ഇപ്പം ഞാൻ പറഞ്ഞ ഈ ടോപ്പിക്കിനെല്ലാം ഓരോ ഇക്വേഷൻസ് വെച്ചിട്ടുണ്ട്. ഒന്നിലധികം ഇക്വേഷൻസും ഓരോ ടോപ്പിക്കിലും വരുന്നുണ്ട്. അതേപോലെ തന്നെ ഡിസ്പേർഷനിൽ നോക്കുകയാണെങ്കിൽ കൊവേരിയൻസ്, കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്നിങ്ങനെ ഒരുപാട് ടോപ്പിക്സ് ആ ഒരു ചാപ്റ്ററിലും വരുന്നുണ്ട്. സ്ക്യൂനെസ് ആൻഡ് കുർട്ടോസിസ്, പ്രോബബിലിറ്റി ഈ ചാപ്റ്റേഴ്സിലായാൽ പോലും ഒരുപാട് ഇക്വേഷൻസും അതേപോലെ തന്നെ ഒരുപാട് കോൺസെപ്റ്റ്സും നമുക്കതിൽ പഠിക്കേണ്ടതായിട്ടുണ്ട്. ആദ്യത്തെ 4 ചാപ്റ്റേഴ്സ് നോക്കുകയാണെങ്കിൽ പക്ക തിയറി ആണെങ്കിൽ ഇനി പഠിക്കാൻ പോകുന്ന 4 ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് പക്ക പ്രോബ്ലംസ് ആണ്. സോ പ്രോബ്ലംസ് ഏറ്റവും ഈസി ആക്കാനുള്ള മെത്തേഡ് എന്ന് പറയുന്നത്, ഈസി ആൻഡ് എഫക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത് മാക്സിമം പ്രോബ്ലംസ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കാം. സോ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ അപ്രോച്ച് ചെയ്യേണ്ടത്, എങ്ങനെയാണത് സോൾവ് ചെയ്യേണ്ടത് എന്നെല്ലാം നിങ്ങൾക്ക് ഈസി ആയി തന്നെ ചെയ്യാൻ വേണ്ടി പറ്റും. സോ പ്രോബ്ലംസ് സോൾവ് ചെയ്യണമെങ്കിൽ കോൺസെപ്റ്റ്സ് ക്ലിയർ ആയിരിക്കണം. കോൺസെപ്റ്റ്സ് ക്ലിയർ അല്ല എന്നാണെങ്കിൽ ഈ പ്രോബ്ലംസ് ചെയ്യാന്നുള്ളത് കുറച്ച് കഷ്ടപ്പാടുള്ളൊരു കാര്യമാണ്. സോ കോൺസെപ്റ്റ് സെറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ യുവ ബാച്ചിൽ ഇപ്പം തന്നെ ജോയിൻ ചെയ്യുക. ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.